എല്ലാവർക്കും തുല്യനീതി വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണക്കുന്നുവെന്ന് ആസിഫ് അലി. കണ്ണൂരിൽ നായനാർ അക്കാദമിയിൽ കണ്ണൂർ വാരിയേഴ്സ് മുഖഗാനം പ്രകാശന ചടങ്ങിൽ എത്തിയതായിരുന്നു ആസിഫ് അലി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പീഡിപ്പിക്കപ്പെട്ടവരെന്ന് പറയുന്നവർക്ക് തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ആസിഫ് അലി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കുറച്ചു ഭാഗങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കുമെന്നും ആസിഫ് അലി പറഞ്ഞു. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷ്യൂർ ചെയ്യണം. അപ്പം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. അതിന് കൃത്യമായ ഒരു ധാരണ കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇതിന് എഗൻസ്റ്റായിട്ട് പറഞ്ഞ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട്. അതെന്താണെന്ന് തീർച്ചയായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാനും അതിനു വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനും പറ്റും. തീർച്ചയായിട്ടും അത് എന്താണെന്ന് പഠിക്കണം, മനസ്സിലാക്കണം. അതിനുശേഷമായിരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഒരു ചെറിയൊരു ധാരണ വെച്ചിട്ട് ആളുകൾ പ്രതികരിക്കാതിരിക്കുക. കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തട്ടെ. ഇതിനുശേഷം ഇപ്പോൾ സിദ്ദീഖ് ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തിയതിനു ശേഷം ഉന്നത തലത്തിൽ നിന്ന് അവർ പ്രതികരിക്കട്ടെ. പക്ഷേ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ സമയവും ഉണ്ടാവുക എന്നുള്ളത് നമ്മളിതിന് മുന്നേയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു. മലയാള സിനിമയിൽ ആരും ചൂഷണം ചെയ്യപ്പെടരുത്. നടിമാർ ഉൾപ്പെടെ എല്ലാവർക്കും തുല്യത വേണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും ആസിഫ് അലി പറഞ്ഞു. കണ്ണൂർ നായനാർ അക്കാദമിയിൽ കണ്ണൂർ വാരിയേഴ്സ് മുഖഗാനം പ്രകാശന ചടങ്ങിൽ എത്തിയതായിരുന്നു ആസിഫ് അലി.